പുണർദ നക്ഷത്രത്തിൻ്റെ ജ്യോതിഷപരവും പൗരാണികപരവുമായ പ്രാധാന്യം മനസ്സിലാക്കുന്നത് 2026 ഫലങ്ങളെ കൂടുതൽ വ്യക്തതയോടെ കാണാൻ സഹായിക്കും. പുണർദ നക്ഷത്രക്കാർ പൊതുവെ സമാധാനപ്രിയരും യുക്തിയുക്തരും സത്യസന്ധരുമാണ്. നിയമവിരുദ്ധവും അധാർമികവുമായ കാര്യങ്ങളിൽ നിന്നിവർ കണിശമായി വിട്ടുനിൽക്കുന്നവരാണ്. ഇവരുടെ നിഷ്കളങ്കതയും സുതാര്യതയും മറ്റുള്ളവർക്കിടയിൽ ഇവരെ സർവപ്രിയരാക്കുന്നു. കൂടാതെ ദരിദ്രരെയും ആവശ്യക്കാരെയും സഹായിക്കാൻ എപ്പോഴും സന്നദ്ധരായിരിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വന്തം കഴിവുകളിലും കഠിനാധ്വാനത്തിലും പൂർണ്ണ വിശ്വാസമുള്ളവരുമാണ്. ഒരു അമ്പെയ്ത്തുകാരനെ പോലെ ഏകാഗ്രതയോടെ ഏത് പ്രശ്നങ്ങളെയും നേരിടാനും വിജയിക്കാനും ഇവർക്ക് കഴിയുന്നതുമാണ്. എത്ര തവണ പരാജയം നേരിട്ടാലും ഇവർ പരിശ്രമം ഉപേക്ഷിക്കാറില്ല. മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും വളരെയധികം ബഹുമാനിക്കുന്ന പ്രകൃതക്കാരാണ് ഇവർ. പുണർദ നക്ഷത്രത്തിന്റെ അധിപൻ വ്യാഴനാണ്, അതായത് ഗുരുവാണ്. വ്യാഴത്തിന്റെ സ്വാധീനം കാരണം ഇവർ ബുദ്ധിശാലികളും വിശാല മനസ്കരും സൗമ്യ സ്വഭാവമുള്ളവരുമായിരിക്കും. കാര്യങ്ങൾ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുന്ന പ്രകൃതക്കാരാണ് കൂടുതൽ പേരും. മിഥുനം, കർക്കിടകം എന്നീ രാശികളിലാണ് പുണർദ നക്ഷത്രം വരുന്നത്. ഈ രാശിയുടെ വ്യത്യാസം കാരണം ഇവരുടെ സ്വഭാവത്തിലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. പൗരാണികമായി നോക്കുമ്പോൾ പുണർദ നക്ഷത്രം പുരുഷോത്തമനായ ശ്രീരാമന്റെ ജന്മനക്ഷത്രമായി അറിയപ്പെടുന്നു. ഈ ബന്ധം കാരണം പുണർദ നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ അവരുടെ വാക്കുകൾക്ക് വലിയ ശക്തി ഉണ്ടാകാറുണ്ട്. അറം പറ്റുക എന്നാണ് അതിനെ പറയുന്നത്. ഇത് ഇവരുടെ സംസാരത്തിനിടയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു.